എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ സ്നേഹവും അടുപ്പവുമുള്ള ഒരു ന്യായാധിപൻ എന്ന നിലയ്ക്ക് തികഞ്ഞ ബഹുമാനവുമുള്ള ഒരാളാണ് കേരള ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ശ്രീ ജസ്റ്റിസ് ബി കമാൽ പാഷ. ഇദ്ദേഹം കൊല്ലം ജില്ലയിലെ അഞ്ചൽ സ്വദേശിയാണ്. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അധ്യാപകരാണ്. അപ്പോൾ അതിൻ്റേതായ ചില നന്മകളും നീതിബോധവും അദ്ദേഹത്തിന് കുട്ടിക്കാലം മുതലേ സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇദ്ദേഹം കൊല്ലത്ത് വക്കീലായിരിക്കുന്ന സമയത്ത് ഡയറക്ടർ സെലക്ഷനിൽ ജില്ലാ ജഡ്ജിയായിട്ട് വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് എറണാകുളത്തായിരുന്നു. എറണാകുളത്തെ 2ാം അഡീഷണൽ ജില്ലാ ജഡ്ജിയായിട്ടാണ് അദ്ദേഹം വരുന്നത്. 1ാം അഡീഷണൽ ശ്രീ PL നോബർട്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. സാക്ഷാൽ ജില്ലാ ജഡ്ജി ആരാണെന്ന് ഇപ്പോൾ ഓർക്കുന്നില്ല, അതിന് വലിയ പ്രസക്തിയില്ല. അങ്ങനെ എറണാകുളത്ത് വന്ന് ആദ്യത്തെ കേസിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വിചാരണ ചെയ്ത ആദ്യത്തെ കേസിൽ തന്നെ പ്രതിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചുകൊണ്ട് ശ്രീ കമാൽ പാഷ പത്രമാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റി. അന്ന് TV ചാനലുകളില്ല, അതുകൊണ്ട് പത്രത്തിലാണ് വന്നത്. 2ാമത്തെ കേസിലും 3ാമത്തെ കേസിലും അദ്ദേഹം തൂക്കിക്കൊല്ലാൻ വെച്ചു. അങ്ങനെ 3 കേസുകൾ തുടരെ തൂക്കാൻ വിധിച്ച് അദ്ദേഹം ഹാട്രിക്ക് തികച്ചു എന്നാണ് ആളുകൾ അന്ന് തമാശയായിട്ട് പറഞ്ഞു. എറണാകുളത്ത് നിന്ന് പിന്നെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറിപ്പോയി. അവിടെ വെച്ചാണ് അട്ടക്കുളങ്ങര ആ സബ് ജയിലിന് മുമ്പിൽ ഒരാളെ ബോംബെറിഞ്ഞു വന്ന കേസൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. അതിൽ 2 പ്രതികളെ തൂക്കാൻ വെച്ചു. അതുപോലെ കാളമുരുകൻ എന്ന് പറഞ്ഞ കുപ്രസിദ്ധനായ ഒരു ഗൂണ്ടയുണ്ടായിരുന്നു, ഒരു പോലീസുകാരനെ കുത്തിക്കൊന്നു. അയാൾക്കും പുള്ളി തൂക്ക് ദണ്ഡന വിധിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജില്ലാ ജഡ്ജി എന്നുള്ള രീതിയിലുള്ള ഇന്നിങ്സിൻ്റെ അവസാന ഭാഗം തൃശ്ശൂർ പ്രിൻസിപ്പൽ DG ആയിരിക്കുന്ന സമയത്താണ്. അവിടെ വെച്ച് നിരവധി കേസുകൾ അദ്ദേഹം തൂക്ക് ദണ്ഡന വിധിച്ചു. അത് കഴിഞ്ഞ് എറണാകുളത്ത് പ്രിൻസിപ്പൽ DG ആയിട്ട് വന്നു, അവിടെ വെച്ചു ഇത് തന്നെ ആവർത്തിച്ചു. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പണ്ട് ഇന്ത്യ വിഷൻ ചാനലിൽ വാരാന്ത്യം നടത്തുമ്പോൾ അതിൽ പറഞ്ഞു, കുപ്രസിദ്ധമായ അല്ലെങ്കിൽ കോളിളക്കം സൃഷ്ടിച്ച ഇന്ത്യൻ കേസിലെ പ്രതിയെ ശ്രീ ജസ്റ്റിസ് കമാൽ പാഷ തൂക്കാൻ വെച്ചു. ഇതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ പേര് ഏറ്റവും അധികം ആളുകൾക്ക് തൂക്ക് ദണ്ഡന വിധിച്ച ആൾ എന്നുള്ള നിലയ്ക്ക് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ചേർക്കാൻ യോഗ്യത നേടിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സത്യത്തിൽ എത്ര കേസിൽ തൂക്കാൻ വിധിച്ചു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൊത്തം 13 കേസിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അതിൽ 13 പേനയുടെ നിബ് ഞാൻ കുത്തിയൊടിച്ചു. ഈ ജില്ലാ ജഡ്ജിമാർക്ക് അങ്ങനെ പരിപാടിയുണ്ട്, തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നവർക്ക്. ഇനി ഒരാളെ അങ്ങനെ തൂക്കിക്കൊല്ലാൻ വിധിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്തുമായിരിക്കും, പേനയുടെ നിബ് കുത്തിയൊടിക്കും. അങ്ങനെ മൊത്തം 13 പേനകളുടെ നിബ് കുത്തിയൊടിക്കേണ്ടതായിട്ട് വന്നു. അതിൽ 12 പുള്ളി ഇപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരെണ്ണം ആരോ നോക്കട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നാണ് പറഞ്ഞത്. മനുഷ്യർ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന വിധിച്ച് ഒപ്പിട്ട പേനയ്ക്കും ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ ദിവ്യശക്തികളുണ്ട് എന്നായിരിക്കും ആളുകൾ വിചാരിക്കുന്നത്. ഞാനിപ്പോൾ ഇദ്ദേഹത്തെ ഓർക്കാൻ കാര്യം എന്ന് വെച്ചാൽ, ഇദ്ദേഹം വളരെ സത്യസന്ധനും നിർഭയനും ഏറെക്കുറെ നിർദയനുമായ ഒരു ജഡ്ജിയാണ്. കുറ്റം തെളിഞ്ഞാൽ പിന്നെ പ്രതികളോട് യാതൊരു ദാക്ഷിണ്യവും കാണിക്കില്ല. സത്യത്തിൽ അങ്ങനെ വേണം ജഡ്ജിമാർ. കുറ്റം തെളിഞ്ഞാൽ പിന്നെ പ്രതികളോട് ദാക്ഷിണ്യം കാണിക്കുന്നതിൽ യാതൊരു കഥയില്ല. അതുകൊണ്ടാണ് ഈ രാജ്യത്തെ അക്രമം അനീതിയൊക്കെ ഇതുപോലെ വർദ്ധിക്കുന്നത്. ഇപ്പോൾ ഓർക്കാൻ കാരണം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ട ഒരു വാർത്തയാണ്, മിക്കവാറും പത്രങ്ങളിൽ അത് വന്നില്ല. അതായത് ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ എന്ന് പറയുന്ന സ്ഥലത്ത്, അതെവിടെയെന്ന് എനിക്കറിയില്ല, അറ്റ്ലസ് നോക്കി കണ്ടുപിടിക്കണം. ഏതായാലും ഉത്തർപ്രദേശിൽ പണ്ടുതൊട്ടേ ക്രമസമാധാനമൊക്കെ വളരെ മോശമാണ്, കുറ്റവാളികൾ നിരവധിയുണ്ട്. അവിടെ ഈ യോഗി ആദിത്യനാഥിന് തന്നെ വലിയ പോപ്പുലാരിറ്റി കിട്ടിയെന്ന് വെച്ചാൽ, ഈ നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ള ആൾക്കാരെ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്താനായിട്ട് അദ്ദേഹം പോലീസിന് അധികാരം കൊടുത്തിട്ടുണ്ട്. വലിയ വലിയ ഗുണ്ടകളെയൊക്കെ പിടിച്ചാൽ പോലീസുകാർ അവരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക, പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടത്തുക, ഇങ്ങനെയുള്ള യാതൊരു പരിപാടിയില്ല. അവൻ അന്ന് വെടിവെച്ച് വന്നിട്ട് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്ന് വാർത്ത കൊടുക്കും. അതുകൊണ്ടാണ് അവിടെ ക്രമസമാധാനം അല്പമെങ്കിലുമൊക്കെ ഭേദപ്പെട്ട് നിൽക്കുന്നത്. വിചാരണയും ജാമ്യാപേക്ഷയും പിന്നെ സാക്ഷികളെ വിസ്തരിക്കലും വക്കീലന്മാർ കോഴി കൊത്തുന്ന പോലെ കൊത്തി വാദിക്കലും ഇതൊന്നും അവിടെ പതിവില്ല. അപ്പോൾ അങ്ങനെ പുള്ളി ഒരു തരത്തിൽ അവിടെ നീതി നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് തന്നെ ജയിലിൽ പോയ ആളുകളുണ്ട്. അവർ പിന്നെയും ഇന്ത്യൻ പിന്നൽ ഭാരതീയ ന്യായ സംഹിത എന്നൊക്കെ പറഞ്ഞ് പലവിധ കുണ്ടാമണ്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ശ്രീ ജസ്റ്റിസ് കമാൽ പാഷയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു രവികുമാർ ദിവാകർ എന്ന് പറഞ്ഞ ഒരു ന്യായാധിപൻ, അവിടുത്തെ ഒരു സെഷൻസ് ജഡ്ജിയാണ് മുസാഫർ നഗറിലെ. അദ്ദേഹം ഏതാണ്ട് 4 മാസത്തിനകത്ത് 22 പേർക്ക് തൂക്ക് ദണ്ഡന വിധിച്ചു. 17 കേസുകളിലായിട്ടാണ് 22 പേർക്ക് വധശിക്ഷ വിധിച്ചത്. ഇതോടുകൂടി ആ നാട്ടിലുള്ള മൊത്തം ക്രിമിനൽ കേസ് പ്രതികൾ, പ്രത്യേകിച്ച് കൊലപാതക കേസ് പ്രതികൾക്കും അവർക്ക് വേണ്ടി ഹാജരാകുന്ന വക്കീലന്മാർക്ക് ഉറക്കമില്ലാതായി എന്നാണ് പറഞ്ഞത്. ബാർ അസോസിയേഷൻ പ്രമേയം പാസാക്കി, ഈ കശ്മലനായ ജഡ്ജിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതികളെ രക്ഷിക്കുവാൻ, വക്കീലന്മാരെ രക്ഷിക്കുവാൻ, നീതിന്യായ സംവിധാനത്തെ രക്ഷിക്കുവാൻ എന്ന് പറഞ്ഞു.
അതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പരിഗണനയ്ക്ക് വരേണ്ടിയിരുന്ന ഏതാണ്ട് 97 കേസുകൾ അദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. പുള്ളിക്ക് അടുത്ത ആഴ്ച തൊട്ട് MACT കേസ് മാത്രമേ വിധിക്കാനുണ്ടാവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ കത്തിക്കുത്ത് കേസുകൾ, കൊലപാതക കേസുകൾ, കൂട്ടായ്മ കവർച്ച കേസുകൾ, അല്ലെങ്കിൽ വധശിക്ഷ വിധിക്കാനായിട്ട് ഭാരതീയ ന്യായ സംഹിതയിൽ എന്തെങ്കിലും വ്യവസ്ഥയുള്ള കേസുകളെല്ലാം തന്നെ ഈ രവികുമാർ ദിവാകർ എന്ന ജഡ്ജിയുടെ ബെഞ്ചിൽ നിന്നും മാറ്റിയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു, കേന്ദ്ര അതിക്രമമാണ്. ആ ജഡ്ജിയെ അവമാനിക്കുന്നതിന്, അവഹേളിക്കുന്നതിന് തുല്യമല്ലേ. ഇനി പ്രതികൾക്ക് എന്തെങ്കിലും ഈ വിധിയിൽ അതൃപ്തിയുണ്ടെങ്കിൽ അത് ഹൈക്കോടതിയിൽ പോയിട്ടാണല്ലോ തീരുമാനിക്കുക. ജില്ലാ ജഡ്ജിക്ക് തൂക്കാൻ വിധിക്കാനേ അധികാരമുള്ളൂ, തൂക്കാൻ പറ്റില്ല. തൂക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കടലാസപ്പത്തിൻ്റെ കെട്ടുകെട്ടി ഹൈക്കോടതിയിലേക്ക് അയച്ചു വിടണം. കേരളത്തിലാണെങ്കിൽ അത് കേരള ഹൈക്കോടതിയിലേക്ക് പോകും. ഉത്തർപ്രദേശിലാണെങ്കിൽ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് പോകും. അവിടെ ഇരിക്കുന്ന ന്യായാധിപന്മാർ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇത് മുഴുവൻ രണ്ടാമത് പരിശോധിക്കും. എന്നിട്ട് ഇവിടെ നിശ്ചയമായിട്ട് തൂക്കേണ്ട കേസാണ് എന്ന് തോന്നിയാൽ മാത്രം തൂക്കാൻ വിധിക്കും, തൂക്കാനായിട്ട് കൊണ്ടുപോവുകയും അല്ലാത്തവർക്കൊക്കെ ജീവപര്യന്തമായിട്ട് കുറയ്ക്കും. അല്ലെങ്കിൽ വെറുതെ വിടേണ്ട കേസാണെങ്കിൽ വെറുതെ വിടും. ശ്രീ ജസ്റ്റിസ് കമാൽ പാഷയ്ക്ക് തന്നെ 13 പേരെ തൂക്കാൻ വിധിച്ചെങ്കിലും ഒരാളെപ്പോലും ആ തൂക്ക് ദണ്ഡനയ്ക്ക് വിധേയനാക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ ഒന്നുകിൽ ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി അവരോടൊക്കെ ദാക്ഷിണ്യം കാണിച്ചു. ഏറ്റവും ഒടുവിൽ ഞങ്ങളുടെ ആലുവയിൽ 6 പേരെ കൊന്ന ആൻ്റണി എന്ന് പറഞ്ഞൊരു പൂമാനായിരുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി തള്ളി, ഹൈക്കോടതി തള്ളി, സുപ്രീം കോടതി തള്ളി. അത് കഴിഞ്ഞ് രാഷ്ട്രപതി ദയാഹർജിയും തള്ളിയതിന് ശേഷം ഇവൻ സുപ്രീം കോടതിയിൽ എന്തോ ഒരു കണ്ടപത്രാതി കൊടുത്ത് ആ തൂക്ക് ദണ്ഡനയിൽ നിന്ന് രക്ഷപ്പെടുക. അപ്പോൾ ഈ രവികുമാർ ദിവാകർ എന്ന് പറഞ്ഞ് ജഡ്ജിയോട് ചെയ്ത് ഭയങ്കര തെറ്റായിപ്പോയി. മാത്രമല്ല, തൂക്കാൻ വിധിക്കുന്നതും തൂക്കുന്നതും രണ്ടാണ്. തൂക്കാൻ വിധിക്കുക തന്നെ ഒരു ശിക്ഷയാണ്. തൂക്കി കൊല്ലുമല്ലോ എന്ന ഭയത്തോടുകൂടി ഈ പ്രതി കുറേ നാൾ ജയിലിൽ കിടക്കുന്ന രംഗമെന്ന് ആലോചിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ശിക്ഷ പോലും കൊടുക്കാനായിട്ട് നമ്മുടെ മേൽക്കോടതിയിലിരിക്കുന്ന ഏമാനന്മാർ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ രാജ്യത്ത് വധശിക്ഷ നിർത്തലാക്കണമെന്ന് പറഞ്ഞ് ബഹളം കൂട്ടുന്ന ഒരുപാട് ആളുകളെ നിങ്ങൾക്കറിയാം. മനുഷ്യാവകാശ പ്രവർത്തകരായിട്ട് അഭിനയിക്കുന്ന ചില ഫ്രോഡുകളാണ് അതിലധികവും. ഞാനങ്ങനെയല്ല, ഞാൻ ശ്രീ ജസ്റ്റിസ് കമാൽ പാഷയുടെ കൂടെയാണ്. ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ, കഠിനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ കഠോരമായ രീതിയിൽ ശിക്ഷിക്കണം. അല്ലെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ മൊത്തത്തിൽ ഒരു പ്രഹസനമായിട്ട് മോക്കറിയായിട്ട് മാറും. അപ്പോൾ ഏതായാലും ഇങ്ങനെ അവഹേളിതനായ ജഡ്ജിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.